ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. അതായത് ഇസ്രായേലും ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ കരാറോടുകൂടി അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനോട് കൂടി പശ്ചിമേഷ്യ ഇങ്ങനെ ശാന്തമായി വരുമ്പോഴാണ് മറ്റ് സൈഡിൽ നിന്നും സിറിയയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. സിറിയയിലെ വിമത ഗ്രൂപ്പുകൾ സിറിയൻ ഭരണത്തോടുള്ള വിദ്വേഷം കാരണം സിറിയയിലെ വിമത ഗ്രൂപ്പുകൾ രാജ്യം പിടിച്ചടക്കുന്നതായിട്ടാണ്, ഒരു ഭാഗത്തു നിന്നും പിടിച്ചടക്കുന്നതായിട്ടാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം അതിരൂക്ഷമായി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയാകുമോ, പ്രത്യേകിച്ച് തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്രായേൽ സിറിയയെ ആക്രമിച്ചിരിക്കുകയാണ്. അതായത് ഡിസംബർ 8 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞാണ് പല സ്ഥലങ്ങളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയെന്ന് പറയാം. തലസ്ഥാനമായ ദമാസ്കസിലെ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തി കോലാൽ കുന്നുകൾ പിടിച്ചെടുത്തു. അതായത് സിറിയയുടെ സൈനിക ശേഖരണങ്ങളിൽ അവിടേക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. അതായത് സൈനിക ശേഖരണങ്ങളല്ല, ആയുധ ശേഖരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. കാരണം വിമതരുടെ കയ്യിൽ അത് എത്തിയാൽ പിന്നീട് തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന് ഇസ്രായേൽ കരുതുന്നു. അങ്ങനെ സിറിയയുടെ പല ഭാഗങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പോൾ സിറിയയിൽ അത്ര നല്ല വാർത്തകളല്ല ദമാസ്കസിൽ നിന്നും പുറത്തു വരുന്നത്. കാരണം സിറിയൻ സിവിൽ വാർ അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ളതാണ്. കാരണം 2011 ഇതിൻ്റെ ആരംഭം. അതായത് 2011 രാജ്യത്തെ ആ ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണത്തോടുള്ള അസഹിഷ്ണുത കാരണമാണ് വിമത ഗ്രൂപ്പുകൾ അവിടെ രൂപപ്പെടാൻ കാരണവും പിന്നെ രാജ്യങ്ങളിങ്ങനെ ഒരു ഭാഗത്തു നിന്നും രാജ്യം പിടിച്ചടക്കാൻ തുടങ്ങിയതും 2011 മുതലാണ്. ഇടയ്ക്ക് 2016 ആയപ്പോഴേക്കും അതൊന്ന് തണുത്തിരുന്നു. പക്ഷേ വീണ്ടും ആ ഭരണകക്ഷിയോടുള്ള താല്പര്യമില്ലായ്മയാണ് വിമത ഗ്രൂപ്പുകൾ അവിടെ രൂപപ്പെടാനും കാരണം. അവരിങ്ങനെ രാജ്യം പിടിച്ചടക്കാൻ തുടങ്ങാൻ കാരണം. അങ്ങനെ നിരവധി സിറിയക്കാരാണ് രാജ്യം വിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ ഇസ്രായേൽ രംഗത്തെത്തോടുകൂടി ഇത് വീണ്ടും ലോകത്ത് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണെന്ന് പറയാം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇസ്രായേലിന് സപ്പോർട്ടാണ്, ജോ ബൈഡൻ ഉൾപ്പെടെ ഇസ്രായേലിന് സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇസ്രായേൽ ഇങ്ങനെ സിറിയയെ ആക്രമിച്ച് പശ്ചിമേഷ്യ വീണ്ടും അടുത്ത സംഘർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇസ്രായേൽ, ലെബനൻ, യമൻ, അതോടൊപ്പം ആ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഗാസ തുടങ്ങിയതായിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പശ്ചിമേഷ്യ പോവുകയായിരുന്നു. അത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴാണ് ഇത് സിറിയയിൽ ഈ പ്രശ്നങ്ങളുണ്ടാകുന്നതും ഇസ്രായേൽ സിറിയയെ ആക്രമിക്കുന്നതും. എന്നിരുന്നാലും ഇസ്രായേൽ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. തങ്ങൾക്ക് ഭീഷണിയായിട്ട് ആരും വരാൻ പാടില്ല, തങ്ങൾ തന്നെയായിരിക്കണം നമ്പർ 1 എന്നൊരു ചിന്താഗതിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഭയപ്പെടുന്നു. അതായത് സിറിയയിൽ ഇങ്ങനെ വിമതരിങ്ങനെ പിടിച്ചടക്കുമ്പോൾ തങ്ങൾക്കത് ഭാവിയിൽ ഭീഷണിയായേക്കുമോ എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേൽ സിറിയയെ ആക്രമിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.